എന്നൊരു നെല്ലിക്ക പിക്കിൾ നമുക്ക് ഇടാം. അതിനായിട്ട് കഴുകി വെച്ച നെല്ലിക്കയാണത്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. നെല്ലിക്ക ഇട്ട് തിളച്ച് കഴിയുമ്പോൾ തണുക്കാൻ വയ്ക്കുക. തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ ഓരോ ഇതളുകളായിട്ട് അടർത്തി മാറ്റാം. തണുത്തതിന് ശേഷം ഇളക്കിയെടുത്ത നെല്ലിക്കയാണിത്. ഇതിനകത്ത് നമുക്കിനി കുറച്ച് ഉപ്പ് വിതറാം. ചട്ടിയിൽ കുറച്ച് പച്ചെണ്ണ എടുത്ത്, അല്ലെങ്കിൽ നല്ലെണ്ണ എടുത്ത് അതിനകത്ത് കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉലുവ അതിനകത്തിടുക. ഉലുവ പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അതിനകത്തിടുക. വെളുത്തുള്ളി ഒന്ന് ചുവന്ന് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി അതിനകത്തിടുക. അതിനകത്ത് കുറച്ച് വിനാഗിരിയും ചേർത്ത് കുറച്ച് കറിവേപ്പില ഇടുക. നെല്ലിക്ക ഇട്ട് അതിനെ നന്നായിട്ട് ഇളക്കുക. നമുക്ക് കടുക് പൊട്ടിക്കുന്നതിന് പകരം കടുക് ചതച്ച് വിടാം. അപ്പോൾ നെല്ലിക്കയുടെ യഥാർത്ഥ രുചി സ്വല്പം കുറയുമെന്നുള്ള കുഴപ്പമേ ഉള്ളൂ. ഇപ്പം നെല്ലിക്ക പിക്കിൾ റെഡിയായി. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. ധാരാളം ഗുണങ്ങളുണ്ട്. ഇത് മുടി കൊഴിയുന്നത് കുറയ്ക്കും. ഇത് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യുന്നതാണ്. പല്ലിനും എല്ലിനും ഒക്കെ നല്ലതാണ്. കണ്ണിന് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു ഫലമാണിത്. വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്ന ചവ്വനപ്രാശം, ഇത് വാങ്ങുന്ന ചവ്വനപ്രാശത്തിൻ്റെ കണ്ടൻറ്റ് മെയിൻലി ഇതാണ്. അതുകൊണ്ട് ഒത്തിരി ഇതിൻ്റെ അമിത ഉപയോഗമല്ല. ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ദിവസേന കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല.